അപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ തലശ്ശേരി പോവാണ്. ഇവിടെ തലശ്ശേരിയിൽ നിന്നാണ് ലോഡായത് പട്ടാമ്പിക്ക്. ഇപ്പോൾ പോയാലും നാളെ വൈകുന്നേരം അവർ ലോഡ് കയറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു 50 കിലോമീറ്ററോളം പോകണം. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി എടുത്ത് പോയി അവിടെ എവിടെയെങ്കിലും സൈഡായി അവിടെ കിടക്കാം. അങ്ങനെ നൈറ്റ് മെല്ലെ വന്ന് ഇവിടെ മുഴപ്പിലങ്ങാടാണ് ഉള്ളത്. തലശ്ശേരിക്ക് അടുത്ത് മുഴപ്പിലങ്ങാട്. ഇവിടെ ഈ പുതിയ ഹൈവേൻ്റെ അണ്ടർപാസിൻ്റെ അടിയിൽ വണ്ടി ഒന്ന് സൈഡാക്കി ആ റോഡ് കയറിപ്പോയാൽ പിന്നെ അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ലോഡ് കയറ്റാൻ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോയാലും മതി. ഉച്ചയ്ക്ക് ഒരു 12:45 അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ കടന്നു. അങ്ങനെ ലോഡിങ്ങിനുള്ള ടൈമായി. നമ്മൾ തലശ്ശേരി എത്തിട്ടോ. തലശ്ശേരി കഴിഞ്ഞ് തലശ്ശേരി സൈതാർപ്പള്ളി എത്തി. കുറച്ചുകൂടി പോയാൽ മതി ലോഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക്. വണ്ടി നേരെ കൊടുന്ന് വേബ്രിഡ്ജ് കയറ്റി തൂക്കി വെയിറ്റൊക്കെ എടുത്ത് ലോഡ് ചെയ്യാനും വെച്ചു കൊടുത്ത് മെല്ലെ ഒരു ചായ കുടിക്കാൻ പോയി നോക്കുമ്പോൾ നല്ല പലഹാരങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ണൊടുക്കിയത് ഇവനില എന്ന് പറയുമ്പോൾ ഈ ഷവർമയിൽ കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ചായൻ്റെ പകരം ഒരു ലൈമും കുടിച്ച് തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നു. ഇവിടെ ഭായിമാർ നല്ല ലോഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. പഴയ ബാറ്ററിയാണ് ലോഡ്. അങ്ങനെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് മാഹിന്ന് തന്നെ കുറച്ച് ഡീസലും അടിച്ച് നേരെ വണ്ടി എടുത്ത് വിട്ടു. തിരിച്ച് വടകര കൊയിലാണ്ടി, അവിടെ നിന്ന് അങ്ങനെ രാമനാട്ടുകര വഴി മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കയറി അവിടെ നിന്ന് അങ്ങനെ പട്ടാമ്പി ഒരു പുലർച്ചെ 4 മണി ആയപ്പോൾ പട്ടാമ്പിയിലെത്തി. രാവിലെ ഒരു 9-10 മണിയായപ്പോൾ പണിക്കാരൊക്കെ വന്ന് അങ്ങനെ ലോഡ് മെല്ലെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴേക്ക് വണ്ടിയെല്ലാം ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് വണ്ടി കാലിയായി. അങ്ങനെ ആ ലോഡ് ഇറക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡ് ആയിട്ട് വരാം.